നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. വൈറ്റ് ഹൗസ് ട്വിറ്ററിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ മുമ്പ് അൺഫോളോ ചെയ്തിരുന്നു. കൂടാതെ അദ്ദേഹത്തിന്റെ സ്വകാര്യ അക്കൗണ്ടും അമേരിക്കൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതി സമൂഹ മാധ്യമത്തിൽ അൺഫോളോ ചെയ്യുകയും ചെയ്തിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിനെയും ട്വിറ്ററിൽ അൺഫോളോ ചെയ്തതിന്റെ വിശദീകരണവുമായി ഇപ്പോൾ വൈറ്റ് ഹൗസ് രംഗത്തെത്തിയിരിക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വിദേശ സന്ദർശന വേളയിലാണ് അതാത് രാജ്യങ്ങളിലെ പ്രധാനമന്ത്രിമാരുടെയും പ്രസിഡന്റുമാരുടെയും ട്വിറ്റർ അക്കൗണ്ട് വൈറ്റ് ഹൗസ് ഫോളോ ചെയ്യുക. ഇത് താൽക്കാലികമാണെന്നും നിശ്ചിത സമയം കഴിയുമ്പോൾ അൺഫോളോ ചെയ്യുന്ന പതിവ് നടപടിക്രമം മാത്രമേ നടന്നിട്ടുള്ളൂ എന്നുമാണ് വൈറ്റ് ഹൗസ് ഇപ്പോൾ വിശദീകരണം നൽകിയിരിക്കുന്നത്. ട്രംപ് സന്ദർശിക്കുന്ന രാജ്യങ്ങളിലെ പ്രസിഡന്റുമാരെയും പ്രധാനമന്ത്രിമാരെയും ഫോളോ ചെയ്യുന്നത് വൈറ്റ് ഹൗസിന്റെ ട്വീറ്റുകൾ റീട്വീറ്റ് ചെയ്യുക എന്ന ഉദ്ദേശത്തിലാണെന്നും വൈറ്റ് ഹൗസ് വിശദീകരിക്കുന്നുണ്ട്. കഴിഞ്ഞ ഫെബ്രുവരി അവസാന വാരത്തിൽ ട്രംപിന്റെ ഇന്ത്യ സന്ദർശനത്തിന് മുന്നോടിയായാണ് വൈറ്റ് ഹൗസ് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെയും പ്രസിഡന്റിന്റെയും ട്വിറ്റർ അക്കൗണ്ടുകൾ ഫോളോ ചെയ്തത്. പ്രധാനമന്ത്രിയുടെ ഓഫീസ്, അമേരിക്കയിലെ ഇന്ത്യൻ എംബസി, ഇന്ത്യയിലെ അമേരിക്കൻ എംബസി, ഇന്ത്യയിലെ US അംബാസിഡർ എന്നിവയുടെ ട്വിറ്റർ അക്കൗണ്ടുകൾ വൈറ്റ് ഹൗസ് ഫോളോ ചെയ്യുകയും ചെയ്തിരുന്നു. മോദിക്ക് പുറമെ രാഷ്ട്രപതിയുടെ ഔദ്യോഗിക പേജും ഇന്ത്യയിലെ അമേരിക്കൻ എംബസിയെയും അമേരിക്കയിലെ ഇന്ത്യൻ എംബസിയെയും വൈറ്റ് ഹൗസ് ഫോളോ ചെയ്തതും ഇപ്പോൾ അൺഫോളോ ചെയ്തിരിക്കുകയാണ്. ഇതെല്ലാം ട്വിറ്ററിൽ വ്യക്തമായി മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ്. ചുരുക്കം വ്യക്തികളെയും സ്ഥാപനങ്ങളെയുമാണ് വൈറ്റ് ഹൗസ് ഫോളോ ചെയ്യുക. വൈറ്റ് ഹൗസ് ഫോളോ ചെയ്യുന്ന ആളുകളുടെ എണ്ണവും ചുരുങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ അമേരിക്കയിലുള്ള ആളുകളെ തന്നെയാണ് വൈറ്റ് ഹൗസ് ഫോളോ ചെയ്യുന്നത്. 19 നിന്ന് 13 അക്കൗണ്ടുകളായാണ് എണ്ണത്തിൽ മാറ്റം ഉണ്ടായിരിക്കുന്നത്. ഈ മാസം 12-നായിരുന്നു മോദിയെ വൈറ്റ് ഹൗസ് ഫോളോ ചെയ്തിരുന്നെന്ന വാർത്തയൊക്കെ പുറത്തു വന്നത്. കഴിഞ്ഞ ദിവസം രാജ്യാന്തര മതസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട അമേരിക്കൻ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. റിപ്പോർട്ടിൽ ഇന്ത്യയെ മതസ്വാതന്ത്ര്യം നിഷേധിക്കുന്ന 14 രാജ്യങ്ങളുടെ പട്ടികയിലും ഉൾപ്പെടുത്തിയതും വലിയ വാർത്തയായിരുന്നു. ഇതിനുശേഷമാണ് ഇന്നലെ രാത്രിയോടുകൂടി ഇന്ത്യയുമായി ബന്ധപ്പെട്ട എല്ലാ ട്വിറ്റർ അക്കൗണ്ടുകളെയും വൈറ്റ് ഹൗസ് അൺഫോളോ ചെയ്തിരിക്കുന്നതെന്നാണ് വാർത്തകളിൽ നിന്ന് വ്യക്തമാവുക. ഏകദേശം 3 ആഴ്ചയാണ് മോദിയെ വൈറ്റ് ഹൗസ് ട്വിറ്ററിൽ ഫോളോ ചെയ്തത്. രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, പ്രധാനമന്ത്രിയുടെ ഓഫീസ്, US-ലെ ഇന്ത്യൻ എംബസി, ഇന്ത്യയിലെ US എംബസി, ഇന്ത്യയിലെ US അംബാസിഡർ കെൻ ജസ്റ്റർ എന്നീ ട്വിറ്റർ അക്കൗണ്ടുകളാണ് വൈറ്റ് ഹൗസ് ഫെബ്രുവരി മുതൽ ഫോളോ ചെയ്തിരുന്നത്. എന്നാൽ ഈ ആഴ്ച ആദ്യം ഈ അക്കൗണ്ടുകൾ പിന്തുടരുന്നത് വൈറ്റ് ഹൗസ് നിർത്തുകയാണ് ചെയ്തത്. പ്രസിഡന്റിന്റെ സന്ദർശനവുമായി ബന്ധപ്പെട്ടുണ്ടാവുന്ന ട്വീറ്റുകൾ അറിയുന്നതും റീട്വീറ്റ് ചെയ്യുന്നതിനു വേണ്ടിയാണ് കുറച്ചു നാളത്തേക്ക് ആ രാജ്യങ്ങളിലെ പ്രധാന ഔദ്യോഗിക അക്കൗണ്ടുകൾ ഫോളോ ചെയ്യുന്നതെന്നും അതിനുശേഷം അത് അൺഫോളോ ചെയ്യുന്ന കാര്യം ഉറപ്പാണെന്നാണ് വൈറ്റ് ഹൗസ് വ്യക്തമാക്കിയത്. തികച്ചും സ്വാഭാവികമായ ഒരു കാര്യമാണ് ഇത്. മറ്റൊരു വ്യാഖ്യാനവും ഇതിന് നൽകേണ്ട ആവശ്യമില്ല എന്ന് വൈറ്റ് ഹൗസ് കൂട്ടിച്ചേർത്തിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെയും രാഷ്ട്രപതിയുടെയും ഉൾപ്പെടെയുള്ള അക്കൗണ്ടുകൾ ഫോളോ ചെയ്യുന്നത് വൈറ്റ് ഹൗസ് നിർത്തലാക്കിയത് വിവിധ ഊഹാപോഹങ്ങൾക്ക് വഴിതെളിച്ചിരുന്നു. ഇന്ത്യയും US-ഉം തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിലുള്ള ആശങ്ക വരെ വലിയ രാഷ്ട്രീയ തലത്തിൽ വരെ ചർച്ചയാവുകയും ചെയ്തിരുന്നു. പക്ഷേ സംഭവമൊന്നുമല്ല ഇങ്ങനെയാണെന്നാണ് ഇപ്പോൾ വൈറ്റ് ഹൗസ് തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് ചുരുക്കി പറഞ്ഞാൽ, പാലം കഴിയുവോളം നാരായണ, പാലം കഴിഞ്ഞാൽ കൂരായണ. ഇനി ഇന്ത്യയെ കൊണ്ടും അല്ലെങ്കിൽ ഇന്ത്യയുടെ ട്വീറ്റുകളെ കൊണ്ടും വൈറ്റ് ഹൗസിന് യാതൊരു ഉപകാരവും ഇല്ല എന്നതിനാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.